ഹായ് ഫ്രണ്ട്സ്, മൗനരാഗം സീരിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അതിൻ്റെ കൂടെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്രകാശൻ ഫസ്റ്റ് തന്നെ ക്ഷേത്രത്തിൽ വന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം പൂജാരി പ്രസാദം കൊടുക്കുകയാണ്. പ്രസാദമൊക്കെ വാങ്ങിച്ച് തൊഴുതതിന് ശേഷം പ്രകാശൻ പൂജാരി പോകുന്നത് കണ്ട് തിരിച്ചു വിളിച്ച് പറയാണ്, പൂജാരി എനിക്കൊരു അർച്ചന നടത്തണം. ആരുടെ പേർക്കാണ്? തൻ്റെ മോൻ്റെ പേർക്കാണോ? അല്ല, മോളുടെ പേർക്കാ. അതിന് തനിക്ക് മോളില്ലെന്നല്ലേ പറഞ്ഞത്? തനിക്ക് പെൺമക്കൾ ഇല്ലെന്നല്ലേ താൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ആ, ഏത് മോളുടെ പേർക്കാണ് അർച്ചന നടത്തേണ്ടത്? കല്യാണിയുടെ പേർക്ക്. ഓ, അർച്ചന നടത്തിയിട്ട് താൻ എന്താ പ്രാർത്ഥിക്കാൻ പോകുന്നത്? അതൊക്കെ പോട്ടെ, കല്യാണി മോളുടെ നാളേതാ? നാള് പ്രകാശൻ വിക്കി കളിക്കുകയാണ്. നാളെനിക്ക് അറിയില്ല തിരുമേനി. സ്വന്തം മോളുടെ നാളറിയില്ല. എന്താ ഒന്നും പറയാത്തെ? അറിയത്തില്ല തിരുമേനി. എന്നാ എനിക്കറിയാം. തൻ്റെ മോളുടെ നക്ഷത്രം രേവതിയാണ്. കല്യാണി രേവതി. അപ്പോൾ തിരുമേനി സ്വന്തം മോളുടെ നക്ഷത്രം പോലും അറിയാതെയാണ് അർച്ചന നടത്താൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇനി ഒരിക്കലും മറക്കില്ല തിരുമേനി, ഒരിക്കലും മറക്കില്ല. പ്രകാശൻ നിന്ന് കഥക്കുകയാണ്. ഒരർച്ചന കഴിച്ചോളൂ കല്യാണി രേവതി. താൻ വന്ന് ആ കൊച്ചിൻ്റെ പേരിൽ അർച്ചന നടത്തിയെന്ന് അതിൻ്റെ അമ്മയോ ഭർത്താവോ അറിഞ്ഞാൽ തന്നെ പുച്ഛിക്കും. അറിയാം തിരുമേനി, പക്ഷേ എനിക്ക് അത് ചെയ്യണം. അങ്ങനെയെങ്കിലും എനിക്കൊരു മനസ്സമാധാനം കിട്ടിക്കോട്ടെ. ശരി, ഭക്തരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണല്ലോ എൻ്റെ ജോലി. ബാക്കിയൊക്കെ ദൈവങ്ങളാണ് തീരുമാനിക്കണ്ടേ. തിരുമേനി അവിടെ നിന്നും പോയി കഴിഞ്ഞപ്പോൾ പ്രകാശൻ സന്തോഷത്തോടെ കല്യാണി രേവതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ പ്രകാശൻ മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ എൻ്റെ എല്ലാ മക്കൾക്കും ആരോഗ്യ സൗഖ്യം കൊടുക്കണമെന്ന്. പിന്നെ ക്ഷേത്രത്തിൽ നിന്നും പ്രകാശൻ ഇറങ്ങി വരികയായിരുന്നു. അപ്പോഴാണ് ദീപ അങ്ങോട്ടേക്ക് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. രണ്ടുപേരും പരസ്പരം കാണാനിടയായി. പ്രകാശൻ വടിയും കുത്തി വേച്ച് വരികയായിരുന്നു. എന്നിട്ട് പറയാണ്, നിന്നെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ദീപ പറയാണ്, പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയല്ല. ഞാൻ ആരെ കാണരുത് എന്ന് ആഗ്രഹിച്ചോ അയാൾ എൻ്റെ മുന്നിൽ തന്നെ വന്നു പെട്ടു. ഇപ്പോൾ നിങ്ങൾ കാരണം ഈ ക്ഷേത്രത്തിലും വരാൻ പറ്റാതായി. ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഭിക്ഷയെടുക്കാതെ വേറെ എവിടേക്കെങ്കിലും പോയിക്കൂടെ? ഇവേ, ഞാനിവിടെ ഇരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. എൻ്റെ മക്കൾ ഈ അമ്പലത്തിൽ ഇടയ്ക്കൊക്കെ വരുമല്ലോ, അപ്പോൾ എൻ്റെ മക്കളെ ഒന്ന് കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെയെങ്കിലും അവരെ എനിക്ക് കാണാലോ. അപ്പോൾ ദീപ പറയാണ്, നിങ്ങളിവിടെ സ്ഥിരമായിട്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ വേറെ അമ്പലത്തിൽ പോകേണ്ടി വരും. ദീപേ, നീ എന്നെ ഒന്ന് വിശ്വസിക്ക്. ഞാനിപ്പോൾ പഴയ പ്രകാശനല്ല, ഞാൻ മാറി. അതിപ്പോൾ ഞാൻ ആരോട് പറഞ്ഞാലും ആരും വിശ്വസിക്കുന്നില്ല. എൻ്റെ അമ്മ പോലും വിശ്വസിക്കുന്നില്ല. ആരും വിശ്വസിക്കില്ല. ഈ ലോകത്ത് ഇതുപോലൊരു കള്ളം പറയുന്ന നാവ് വേറെ എവിടെയുമില്ല. അത് നിങ്ങളെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. സ്നേഹത്തോടെ അടുത്തുകൂടുന്നത് പോലും പിന്നീടുള്ള തകർച്ച മുന്നിൽ കണ്ടിട്ടാ. ഞാൻ ഇത്രയും ദിവസം ഈ അമ്പലമുറ്റത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ദേവിയോട് പ്രാർത്ഥിച്ചത് വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, എൻ്റെ മക്കൾക്ക്, പെൺമക്കൾക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ കല്യാണി മോള്, കാദംബരി, കാർത്തിക മോള്, പിന്നെ നിങ്ങളും എല്ലാവരും നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് പറയുമ്പം നിങ്ങളുടെ മുഖത്ത് കാറി തുപ്പാനാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് അമ്പലമുറ്റായിപ്പോയി. നീ എന്ത് ചെയ്താലും അത് അധികമാവില്ല ദീപേ. അത്രത്തോളം ദ്രോഹം ഞാൻ നിങ്ങളോട് എല്ലാവരോടും ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, മരണം വരെ ഇനി അവളെ ദ്രോഹിക്കുന്നത് പോട്ടെ, അവളെ നെഞ്ചോട് ചേർത്തേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. എന്നും ഞാൻ പെൺമക്കളുടെ പേരിൽ പൂജ കഴിക്കും. പക്ഷേ അവർ ജനിച്ച ദിവസം, അവരുടെ നക്ഷത്രം, ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല. അതറിഞ്ഞതിന് ശേഷമാണ് അവൾക്ക് വേണ്ടി ഇന്ന് ആദ്യമായിട്ട് അമ്പലത്തിൽ ഒരു പൂജ നടത്താൻ പറ്റിയത്. പൂജകൾ നടത്തുന്നത് അവരുടെ ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടി ആയിരിക്കില്ല. ഇനിയിപ്പോൾ ശരീരത്തിനൊന്നും ആരോഗ്യമില്ലല്ലോ, അതുകൊണ്ട് ദൈവങ്ങളെ കൂട്ടിപ്പിടിക്കുക, എൻ്റെ മക്കളെയും മരുമക്കളെയും തകർച്ചയ്ക്ക് വേണ്ടിയിട്ട്. ശരി, സമ്മതിച്ചു. പക്ഷേ ഇങ്ങനെയൊന്നും നീ പറയല്ലേ. ഞാൻ ചെയ്തിട്ടുണ്ട് തെറ്റുകൾ. ഒരേ ഒരു തെറ്റ്. എൻ്റെ മോനെ സ്നേഹിച്ചു. അവൻ്റെ തെറ്റുകളൊന്നും കാണാതെ അവൻ്റെ തെറ്റുകൾക്ക് കൂട്ടുനിന്ന് അവനോടൊപ്പം ഞാൻ നിന്നു, അവനെ സ്നേഹിച്ചു. എൻ്റെ പെൺമക്കളെ ഞാൻ മറന്നു, എനിക്കറിയാം. പക്ഷേ ഇന്നെനിക്ക് മനസ്സിലായി അതൊരു സമ്പൂർണ്ണ തോൽവിയാണെന്ന്. നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാവില്ല. ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ അവനൊപ്പം കൂടും. എന്നിട്ട് ശകുനിയെപ്പോലെ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കും. നിങ്ങളുടെ മക്കളെയും മരുമക്കളെയും എങ്ങനെ കൊല്ലണം എന്ന് അവന് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവൻ്റെ മനസ്സിനെ ചൂട് പിടിപ്പിക്കും. എന്നെ ആരും വിശ്വസിക്കുന്നില്ല. പിന്നെ നീ ഇങ്ങനെ പറയുന്നതിൽ എനിക്ക് ഒരത്ഭുതമില്ല.
ഞാനീ അമ്പലത്തിൽ വരുന്നത് എൻ്റെ മക്കൾക്കും മരുമക്കൾക്കും പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളും നിങ്ങളുടെ മകനും നശിക്കാൻ വേണ്ടി ദൈവത്തിനോട് പറയാൻ കൂടിയാണ് ഞാൻ വരുന്നത്. ഞാനിവിടെ വന്ന് കൈകൂപ്പി നിൽക്കുന്നത് ആ ഒരു കാര്യത്തിനാണ്. എൻ്റെ കണ്ണടയുന്നത് എൻ്റെ മക്കളും മരുമക്കളും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. ജീവിക്കാൻ വേണ്ടി ഒരു മാർഗവും ഇല്ലാതെ അന്യൻ്റെ മുമ്പിൽ കൈനീട്ടിയപ്പോഴാണ് അയാൾക്ക് പലതിനെയും പറ്റി ബോധം വരുന്നത്. ഏതെങ്കിലും ഒരു മക്കളുടെ വീട്ടിൽ തല ചായ്ക്കാൻ കിട്ടിയാൽ അത്രയും സന്തോഷം. അതിന് വേണ്ടിയിട്ട് ഇനി മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടി നടക്കുക. നിങ്ങളെ അറിഞ്ഞ ആരും ഇനി നിങ്ങളോട് കനിവ് കാണിക്കില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞ് പുച്ഛത്തോടെ ദീപ അവിടെ നിന്നും പോയി. പിന്നെ കാണിക്കുന്നത് മനോഹരൻ രാഹുലിൻ്റെ അടുത്ത് വരികയാണ്. എന്നിട്ട് രാഹുലിൻ്റെ അടുത്തെത്തിയപ്പോൾ രാഹുൽ പറയാണ്, നീ ഒരു ക്രിമിനലാണെന്ന് എൻ്റെ മോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് നിലനിൽപ്പില്ലടാ, നിന്നെ ഞാൻ വെച്ചേക്കില്ല. അതെനിക്കറിയാലോ, അതുകൊണ്ടാണ് പുതിയ മേച്ചിൽപ്പുറം തേടി ഞാൻ പോകുന്നത്. ഇപ്പോൾ ഒരു അമേരിക്കക്കാരിയെ ഞാൻ നോട്ടമിട്ടിരിക്കുക. ഒരിക്കലും ഞാനൊരു രണ്ടാം കെട്ടുകാരിയുടെ പിറകെ പോയിട്ടില്ല. എന്നാൽ ഇവിടെ ഇതുവരെ ഞാൻ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന നയം മാറ്റി. ഇപ്പോൾ കണ്ണുവച്ചിരിക്കുന്നത് ഒരു അമേരിക്കക്കാരിയുടെ മേലെയാണ്. അവൾക്ക് അവിടെ ബിസിനസ് ഉണ്ട്. അവൾക്കൊപ്പം പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ചു കാലം നിങ്ങൾക്ക് കണ്ണു മുടിക്കെട്ടാം. എങ്ങനെ എൻ്റെ മണ്ടനായ അമ്മായിയച്ചാ? ദേഷ്യമൊന്നും തോന്നണ്ട, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? മനോഹർ രാഹുലിനോട് പറയാണ്. ഞാനിപ്പോൾ സ്നേഹിക്കുന്ന പെൺകുട്ടിക്കൊപ്പം അമേരിക്കയിലേക്ക് പോയാൽ അമേരിക്കയിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് സരയുവിനെ വിളിക്കാം. നീ അവളെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കല്ലേ? ഞാനെന്തെങ്കിലും കള്ളം പറഞ്ഞ് അമേരിക്കയിലേക്ക് അങ്ങ് പോയിക്കോളാം. എന്നിട്ട് അവളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകണമെങ്കിൽ എൻ്റെ കല്യാണവും ഹണിമൂണും ഒക്കെ കഴിഞ്ഞതിന് ശേഷം മറിയയോട് എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഞാൻ നാട്ടിലേക്ക് വന്നോളാം. അതേ, ഞാനിപ്പോൾ കെട്ടാൻ പോകുന്ന പെണ്ണിൻ്റെ പേര് മറിയ എന്നാണ്. മിക്കവാറും ഈ കല്യാണം നടക്കുന്നതോടു കൂടി അവൾ മറിഞ്ഞു വീണോളൂ. മറിയാതെയോ എങ്ങനെ വേണമെങ്കിലും വീണോട്ടെ. അവിടെ അവൾക്ക് നല്ല ബിസിനസ്സാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ബിസിനസ് ടൂർ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാമല്ലോ. നിങ്ങളുടെ മോളെയും കൊച്ചുമോളെയും ഒക്കെ കാണിച്ചിട്ട് തിരിച്ചങ്ങ് വിടുകയും ചെയ്യാം. നിനക്കൊപ്പം അമേരിക്കയ്ക്ക് വന്നാൽ പിന്നെ അവളിങ്ങോട്ട് തിരികെ വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ അമ്മായിയച്ചാ, തൻ്റെ തലയിലെന്താ? അല്ലെങ്കിൽ വേണ്ട, ഇനി വേണ്ട, എൻ്റെ തല. അപ്പോൾ അമ്മായിയച്ഛൻ, നീ ആദ്യം പറഞ്ഞു തന്നെ പറഞ്ഞാൽ മതി. പക്ഷേ അങ്ങനെ പറയുമ്പോഴും നിനക്കൊരു അച്ഛൻ വേണടാ. നിനക്ക് നിൻ്റെ അച്ഛനെ അറിയോ, അമ്മയെ അറിയോ? അതുകൊണ്ടാണ് അത് പറയാത്തത്. ഇപ്പം തന്നെ ഞാൻ മറിയായിട്ട് ബീച്ചിലൊക്കെ പോയിട്ടാണ് വരുന്നത്. ആ സമയത്ത് അവൾ എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. അതല്ല രസം. മറിയയെ കാണാൻ ഹോട്ടലിൽ പോയപ്പോൾ നിങ്ങളുടെ മോൾ അവിടെ വന്നിരിക്കുന്നു. എൻ്റെ കാറ് അവൾ കണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഒരു വിധത്തിലാണ് ഞാൻ മറിയയുമായിട്ട് മുങ്ങിയത്. ഇനിയിപ്പം അതിൻ്റെ പേരിലായിരിക്കും വീട്ടിലെത്തുമ്പോൾ അവളുടെ സംസാരം. അതായത് നിങ്ങളുടെ മോളുടെ എന്തെങ്കിലും പറഞ്ഞ് അവളെ നിർത്തിക്കൊള്ളണം. ഞാൻ വേണമെങ്കിൽ അത് പറഞ്ഞ് ശരിയാക്കാം. നിങ്ങളെ വീണ്ടും വീട്ടിലേക്ക് കയറ്റാൻ പറയാം. തൽക്കാലം വേണ്ട, അവളുടെ ദേഷ്യം കെട്ടടങ്ങിയിട്ട് ഞാൻ വന്നോളാം, രാഹുൽ പറയാം. പക്ഷേ എൻ്റെ മോളിപ്പോൾ സമനില തെറ്റിയ അവസ്ഥയിലാണ് നടക്കുന്നത്. അതിൻ്റെ തോത് നീ കൂട്ടരുത്. അറിയാലോ, ഇനി എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലടാ. അത്യാവശ്യം തെന്നിത്തെറിച്ച് ബാങ്കിൽ കിടക്കുന്ന ബാലൻസാണ് എൻ്റെ ഒരേ ഒരു സമ്പാദ്യം. പെങ്ങളെ പറ്റിച്ച ബാങ്ക് ബാലൻസ് എന്ന് പറ. ആയിക്കോട്ടെ, ആ കമ്പനിയെ കമ്പനിയാക്കിയത് ഞാനാ. കിരണൊക്കെ ഇന്നലെ വന്നതല്ലേ? അപ്പം മനോഹർ പറയാണ്, അത് നിങ്ങളുടെ അതിബുദ്ധിക്ക് കിട്ടിയ ശിക്ഷ. അന്ന് കമ്പനിയെ സ്നേഹിച്ച സമയത്ത് അനന്തരവൻ കല്യാണിയെ, അതായത് മോളെ കല്യാണം കഴിക്കുമെന്ന് വിശ്വസിച്ചു. അന്ന് വിശ്വസ്തത കാണിക്കാതെ ഓരോ പണിയിലും കല്ലും കമ്പിയും ജില്ലിയും ഒക്കെ കുറച്ചിട്ട് വിശ്വസ്തത കാണിക്കാതെ കുറച്ച് പൈസ അങ്ങ് അടിച്ച് മാറ്റണമായിരുന്നു. എങ്കിലേ ഇപ്പോൾ കോടികൾ കയ്യിൽ കണ്ടേനെ. ഇതൊന്നും ചെയ്യാതെ നിങ്ങളെ ഒന്നിനും കൊള്ളത്തില്ല. പിന്നെ ഞാൻ നോക്കിയിട്ട് ഒരു കാര്യത്തിനും കൊള്ളാം. നല്ല ടേസ്റ്റുള്ള ഭക്ഷണം മുന്നിൽ കൊണ്ടുവച്ചാൽ അത് വെട്ടി വിഴുങ്ങാൻ ഞാൻ ശരിക്കും ആഹാരം കഴിച്ചിട്ട് എത്രയോ ദിവസങ്ങളായടാ. എന്നാൽ പിന്നെ നമുക്ക് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് കഴിച്ചാലോ? മനോഹർ സന്തോഷത്തോടെ രാഹുലിൻ്റെ അടുത്ത് പറയാം. നീ അങ്ങ് പോയാൽ മതി, എനിക്കിപ്പോൾ കഴിച്ചാലും ഇറങ്ങത്തില്ല. ദീപ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങുകയാണ്. ആ ഇറങ്ങുന്ന സമയത്ത് വീണ്ടും പ്രകാശനെ കാണാനിടയായി. അപ്പോൾ പ്രകാശൻ തിരുമേനിയോട് പറയാണ്, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ തിരുമേനി. ഇപ്പോൾ തിരുമേനി പറയാം, ശരിക്കും അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ മതി, എല്ലാം ശരിയാവും.
അപ്പോഴാണ് ദീപയുടെ ശബ്ദം വീണ്ടും കേൾക്കുന്നത്. നിങ്ങളിവിടെ നിന്ന് ഇതുവരെ പോയില്ലേ? നിങ്ങളെന്തിനാ കല്യാണി മോൾക്ക് വേണ്ടി അർച്ചന കഴിപ്പിച്ചത്? ഈ ഞാൻ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ളത് കല്യാണി മോളെയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടി ഒരു അർച്ചന കഴിച്ചു. മാത്രമല്ല, അവൾക്ക് വേണ്ടി പല പൂജകളും കഴിക്കണം. ഞങ്ങളിവിടെ തൊഴാൻ വരുമ്പോൾ ഇതൊക്കെ ഞങ്ങളോട് പൂജാരി പറയും എന്ന് നിങ്ങൾക്കറിയാം. അത് നിങ്ങളുടെ അവസാനത്തെ അടവാ. കല്യാണിക്ക് വേണ്ടി അർച്ചന കഴിപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുന്നത് കല്യാണി നശിക്കണം എന്നായിരിക്കും. പ്രകാശൻ എന്ത് പറയണമെന്ന് വാക്കുകൾ കിട്ടാതെ നിൽക്കുകയാണ്. എന്നിട്ട് പറയാണ്, അല്ല, ഒരിക്കലും അല്ല. അല്ലാന്ന് ചിന്തിക്കാൻ നിങ്ങളെക്കൊണ്ട് പറ്റില്ല. അത്രയ്ക്ക് ദുഷ്ടനാണ് നിങ്ങൾ. ലക്ഷ്മി അമ്മയെ കല്യാണം കഴിച്ചിട്ട് അവരിലുണ്ടായ കുഞ്ഞിനെ ഓടയിലെറിഞ്ഞു. എന്നിട്ടാണ് നിങ്ങൾ നാട് വിട്ടത്. അതിനുശേഷം എൻ്റെ ഉള്ളിലും വിഷം തന്നില്ലേ? എന്നിട്ടും എൻ്റെ കല്യാണി മോൾക്ക് ഒന്നും സംഭവിച്ചില്ല. മോൾക്ക് ദൈവാധീനം ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ആ മോൾക്കെതിരെ എത്ര പ്രാഗിയാലും അത് നിങ്ങളെ തിരിഞ്ഞു കൊത്തും എന്നല്ലാതെ എൻ്റെ മക്കൾക്ക് ഒന്നും സംഭവിക്കില്ല. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് ദീപേ. പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളുണ്ടല്ലോ, അത് ഞാൻ തുടരും. ചിലപ്പോൾ പൊഴുത്ത് നരകിച്ചായിരിക്കും ഞാൻ തീരുന്നത്. നീ ഒരുപാട് നരകങ്ങൾ എന്നെ തേടി വരുമെന്ന് എനിക്കറിയാം. എന്നാലും സാരമില്ല, മരിക്കുന്നതിന് മുമ്പ് ഒരു പുണ്യപ്രവൃത്തിയെങ്കിലും ചെയ്തോട്ടെ ദീപ. തൻ്റെ ഈ പറച്ചിൽ കേട്ട് ദൈവങ്ങൾ പോലും ചിരിക്കുന്നുണ്ടാവും. നാണം കെട്ടവൻ. അതും പറഞ്ഞ് ദീപ അവിടെ നിന്ന് പോവാണ്. കല്യാണിയും കിരണും ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിക്കുകയാണ്. ആ സമയത്താണ് ദീപ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. കല്യാണി അമ്മയെ കണ്ട് ചിരിക്കുകയാണ്. അപ്പോഴാണ് കിരണും അമ്മയെ കാണുന്നത്. അപ്പോൾ അമ്മ അടുത്ത് വന്നിട്ട് പറയാണ്, ഇന്നെന്തായാലും മോൾക്ക് അർച്ചനയൊന്നും കഴിപ്പിക്കേണ്ടി വന്നില്ല. ഞാൻ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പേ തന്നെ ഒരാൾ അർച്ചന കഴിപ്പിച്ചിരുന്നു. ആരാ? കാർത്തിക ചേച്ചിയും അമ്മയുമാണോ? ആയിരുന്നെങ്കിൽ എനിക്കിത് വന്ന് അത്ഭുതത്തോടെ പറയേണ്ട കാര്യമില്ലായിരുന്നു. കിരൺ ചോദിക്കുകയാണ്, പിന്നെ ആരാ അമ്മേ? അയാൾ ആരായിരുന്നു നിങ്ങൾക്കറിയാലോ? അയാൾ തന്നെ, ആ അമ്മ കാല് തല്ലി ഒടിച്ച അയാൾ. ഓ, വിക്രത്തിൻ്റെ അച്ഛനാണോ? അയാളെന്തിനാ എൻ്റെ പേരിൽ അർച്ചന കഴിപ്പിക്കുന്നത്? എന്തിനാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. തിരുമേനിയാണ് അതേക്കുറിച്ച് എന്നോട് പറഞ്ഞത്. എന്നെ പുറത്ത് കണ്ടപ്പോൾ ഞാനും അയാളോട് ചോദിച്ചു. അതിന് ചങ്കിക്കൊള്ളുന്ന മറുപടിയാണ് അയാൾ പറഞ്ഞത്. ഞങ്ങളെ സ്വാധീനിക്കാൻ പലയിടത്തും അയാൾ പല കാര്യങ്ങളും ശ്രമിച്ചു. അതിനുവേണ്ടി കമ്പനിയിലും അയാൾ വന്നു. എന്നിട്ടും നമ്മളാരും വീണില്ലല്ലോ. അതുകൊണ്ടായിരിക്കും അടുത്ത അടവുമായിട്ട് വന്നത്. ശരിയാ അമ്മേ, അമ്മ അവിടെ നിത്യേന പോകുമെന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് അയാൾ ഒരു മുഴം മുമ്പേ എറിഞ്ഞതാ. അയാളുടെ പ്രകടനങ്ങളൊന്നും ഇനി എൻ്റെ അടുത്ത് ചിലവാവില്ല. മോളും ഒരു കാരണവശാലും അയാൾക്ക് അനുകൂലമായിട്ട് ചിന്തിക്കരുത്. ഞാൻ ചിന്തിക്കാനോ? അയാളുടെ ഈ അവസ്ഥയിൽ പോലും എനിക്ക് അയാളോട് ഒരു സങ്കടവും ഇല്ല. വിക്രത്തിൻ്റെ പേരിൽ മാത്രം അർച്ചനയും വഴിപാട് നടത്തിക്കൊണ്ടിരുന്നയാളാണ്. അപ്പോൾ നിൻ്റെ പേരിൽ മാത്രം അത് ചെയ്തിരിക്കുന്നത്. അയാൾ അർച്ചന കഴിപ്പിച്ച് പ്രാർത്ഥിച്ചത് ഞാൻ നശിക്കണം എന്നായിരിക്കും. ആയുധം കയ്യിൽ കരുതിയാണോ നടക്കുന്നത് എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്കൊക്കെ അയാൾ വന്നാൽ നിങ്ങൾ സൂക്ഷിക്കണം. മോന് വാക്കുകൊടുത്ത് കാണും നിങ്ങളെയൊക്കെ എന്തെങ്കിലും ചെയ്യാമെന്ന്. അയാൾ ഇവിടത്തേക്ക് വരാനും സാധ്യതയുണ്ട്. കല്ലുമോൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം അമ്മേ. കല്യാണിയും പറയാണ്, അത് ഞാൻ പറയാൻ ഇരിക്കായിരുന്നു. ഇങ്ങോട്ട് വരുന്നതിന് മുന്നോടിയായിട്ടാണ് നമ്മളെയൊക്കെ കാണാൻ ശ്രമിക്കുന്നത്. അങ്ങേരുടെ അമ്മ പ്രത്യേകം പറഞ്ഞതാ പ്രകാശനെ സൂക്ഷിക്കണം എന്ന്. അമ്മയോളം മകനെ അറിഞ്ഞ ആരും ഇല്ലല്ലോ. ജയിലിൽ കിടക്കുന്ന മോൻ അയാളെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യ ചെയ്തതിന് തുല്യ. അത് നമ്മൾ മനസ്സിലാക്കി വേണ്ട മുൻകരുതലുകൾ ആദ്യമേ എടുത്താൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ കല്യാണിയുടെ അമ്മയും പറയാണ്, ജയിലിൽ കിടക്കുന്ന രണ്ടെണ്ണം എപ്പോഴാണ് പുറത്തേക്കിറങ്ങുന്നത് എന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കാൻ മോൻ്റെ അച്ഛനോടൊന്ന് പറയണേ മോനെ. കിരണിനോട് അതും പറഞ്ഞ് ദീപ പോയി. പിന്നെ കാണിക്കുന്നത് ഷാരിയെയാണ്. ഷാരി സിറ്റ് ഔട്ടിലിരുന്നിട്ട് ഓരോന്നും ആലോചിച്ച് കൂട്ടുകയാണ്. അപ്പോഴാണ് അവിടെ ഒരു വണ്ടി വന്ന് നിർത്തിയത്. അതിൽ നിന്നും സരയു ഇറങ്ങി വരികയാണ്. സരയു ദേഷ്യത്തോടെ വന്നിട്ട് അമ്മയുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ അമ്മ ഇടയ്ക്ക് കയറിയിട്ട് ചോദിക്കുകയാണ്, മോൾ എവിടെയാണ് മോളെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? ഞാനേ ഒന്ന് മെൻ്റൽ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയതാ. അവിടെ വേക്കൻസി ഉണ്ടോ എന്നറിയാൻ. ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടുപോയി ഷോക്കടിപ്പിക്കാൻ. നേരത്തെ നിങ്ങളെ ഭർത്താവിനെ കൊണ്ടുപോയി ഷോക്കടിപ്പിച്ചതാണല്ലോ. സരയു ഷാരിയോട് പറയാണ്, അങ്ങേർക്ക് സത്യം പറഞ്ഞാൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഞാൻ നിങ്ങളുടെ മോളല്ല എന്ന് നിങ്ങളൊക്കെ തിരിച്ചറിഞ്ഞപ്പോൾ അങ്ങേർക്ക് അങ്ങേരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. അത് ഭ്രാന്താണെന്ന് സംശയിച്ച് അങ്ങേരെ അങ്ങ് കൊണ്ടുപോയി. ഇപ്പോൾ പക്ഷേ നിങ്ങളുടെ അവസ്ഥ അതല്ല. നിങ്ങൾക്ക് ശരിക്കും കുഴപ്പമുണ്ട്. മോള് എങ്ങോട്ടാ പോയത് എന്ന് ഞാൻ ചോദിച്ചത് അത്ര വലിയ തെറ്റാണോ? ഷാരി സങ്കടത്തോടെ ചോദിക്കുകയാണ്. എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കണ്ട എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാ ഓരോന്ന് കുത്തി ചോദിക്കുന്നേ? മോള് പുറത്തേക്ക് പോകുമ്പോൾ എനിക്ക് പേടിയാ. എന്നാ പിന്നെ എൻ്റെ പിന്നാലെ പോര്.
അപ്പോൾ ആ പേടി അങ്ങ് മാറുമല്ലോ. എൻ്റെ അടുത്ത് ഒരു ബാധ്യതയായിട്ട് നിൽക്കാതെ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയിക്കൂടെ? ശാരി സങ്കടത്തോടെ ചോദിക്കാണ്. ഞാൻ എങ്ങോട്ട് പോകാനാ മോളെ? എങ്ങോട്ടെങ്കിലും പോ. അപ്പോൾ പിന്നെ ഈ ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഞാൻ പോയാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്നത് മോളാ. നിങ്ങളുള്ളതാ ഇപ്പം എനിക്ക് ബുദ്ധിമുട്ട് സറിയോ. അത് ഭയങ്കര ബുദ്ധിമുട്ടാ മനസ്സമാധാനം കളയാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും അടുക്കള പണിയൊക്കെ ചെയ്ത് മാറി നിൽക്ക്, എന്നോട് ഓരോന്നും ചോദിക്കാൻ വരാതെ. മോളെ, കുഞ്ഞിനെ ഏതു നേരവും നോക്കുന്നത് ഞാനാ. സത്യം പറഞ്ഞാൽ കുഞ്ഞിന് ഞാനില്ലാതെ പറ്റില്ല. എന്നാൽ പിന്നെ കുഞ്ഞിനെ നോക്കി സമയം കളയേ. എന്തിനാ വെറുതെ എൻ്റെ മേക്കിട്ട് കയറുന്നേ? പുറത്തൊക്കെ ചുറ്റിയിട്ട് വന്നതല്ലേ, മോളെന്തെങ്കിലും കഴിച്ചായിരുന്നോ? എനിക്കൊന്നും വേണ്ട. എന്തെങ്കിലും വിളമ്പി തിന്നുന്ന സമയത്തും കഴിക്കുന്ന സമയത്തും ഓരോന്നും ഇളക്കുമല്ലോ. അതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇല്ല. ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയത് തന്നെ ഏതോ ഗ്രഹണ സമയത്താണ്. അയലത്തുകാരുടെ മുമ്പിൽ ഞെളിഞ്ഞു നിൽക്കാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ ഇത്രയും നാൾ അമ്മയെന്ന് വിളിച്ചത് അമ്മയെന്ന് വിളിച്ചത് സ്വന്തം അമ്മയെയല്ലെന്ന് ഇപ്പോൾ അയലത്തുകാരെല്ലാവരും അറിഞ്ഞു. പിന്നെ എന്തിനാ നിങ്ങൾ ജീവിച്ചിരിക്കുന്നത്? ആരെയോ ദേഷ്യത്തോടെ പല്ലുകടിച്ച് പറയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അവിടെ നിന്ന് സരയു പറഞ്ഞ ഓരോ വാക്കുകളും ഓർത്ത് നീറി നീറി പൊട്ടുകയാണ് ശാരി. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരേക്കും സി യു ഓൾ.